ഭാരതത്തിന്റെ ആഗോള വീക്ഷണങ്ങൾക്കും നയതന്ത്ര ബോധ്യങ്ങൾക്കും നേർക്കാഴ്ചയായിരുന്നു പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം. ജോർദാനും എത്യോപ്യയും ഒമാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. ഒമാനുമായുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ ഭാരതം ഒപ്പുവെച്ചു. ആരോഗ്യ സംരക്ഷണം, ഫിൻടെക് മേഖലകളിൽ ഭാരതവും ജോർദാനും ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതത്തിന്റെ ഫാർമ കമ്പനികൾ ജോർദാനിൽ നിക്ഷേപം നടത്തും. ഭാരതം ജോർദാനിൽ ആരംഭിക്കുന്ന മരുന്ന് നിർമ്മാണം ആഫ്രിക്കൻ രാജ്യങ്ങൾക്കുൾപ്പെടെ പ്രയോജനം ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളുടെയും ഭൗമശാസ്ത്രപരമായ സാധ്യതകൾ പുരോഗതിയുടെ ഹബ്ബായി പ്രയോജനപ്പെടുത്താൻ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ജോർദാൻ ബിസിനസ് മീറ്റിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. अगला सेक्टर एग्रीकल्चर का है. भारत को ड्राई क्लाइमेट में खेती का बहुत अनुभव है. हमारा ये एक्सपीरियंस जॉर्डन में रियल डिफरेंस ला सकता है. हम प्रिसीजन फार्मिंग और माइक्रो इरिगेशन जैसे सॉल्यूशन पर काम कर सकते हैं. कोल्ड चेन्स, फूड पार्क और स्टोरेज फैसिलिटीज बनाने में भी हम मिलकर काम कर सकते हैं. जैसे फर्टिलाइजर्स में हम ज्वाइंट वेंचर कर रहे हैं, वैसे ही अन्य क्षेत्रों में भी हम आगे बढ़ सकते हैं. फ्रेंड्स, इंफ्रास्ट्रक्चर और कंस्ट्रक्शन तेज ग्रोथ के लिए बहुत जरूरी है. इन क्षेत्रों में हमारा कोलैबोरेशन हमें स्पीड और स्केल दोनों देगा. हिज मैजेस्टी ने जॉर्डन में रेलवे और नेक्स्ट जनरेशन इंफ्रास्ट्रक्चर बनाने का विजन साझा किया है. मैं उनको विश्वास दिलाना चाहता हूं कि हमारी कंपनियां उनके विजन को साकार करने के लिए सक्षम भी हैं और उत्सुक भी हैं. कल हमारी मुलाकात में हिज मैजेस्टी ने सीरिया में इंफ्रास्ट्रक्चर रिकंस्ट्रक्शन की जरूरतों के बारे में भी बताया. भारत और जॉर्डन की कंपनीज इन जरूरतों को पूरा करने पर मिलकर काम कर सकती है. फ्रेंड, आज की दुनिया ग्रीन ग्रोथ के बिना आगे नहीं बढ़ सकती. क्लीन एनर्जी अब केवल विकल्प नहीं है, बल्कि एक नीड बन चुकी है. सोलर, विंड, ग्रीन हाइड्रोजन, एनर्जी स्टोरेज, इसमें भारत बहुत बड़ी इन्वेस्टर के रूप में काम कर रहा है. जॉर्डन के पास भी बहुत बड़ा पोटेंशियल है जिसे हम अनलॉक कर सकते हैं. ऐसे ही ऑटोमोबाइल और मोबिलिटी का सेक्टर है. भारत आज अफोर्डेबल ईवीज, टू व्हीलर्स और सीएनजी मोबिलिटी सॉल्यूशंस में दुनिया के टॉप देशों में से एक है. इस क्षेत्र में भी हमें ज्यादा से ज्यादा काम मिलकर करना चाहिए. फ्रेंड, भारत और जॉर्डन दोनों देश अपने कल्चर, अपनी हेरिटेज पर बहुत गर्व करते हैं. हेरिटेज और कल्चरल टूरिज्म के लिए भी दोनों देशों में बहुत अधिक स्कोप है. मैं समझता हूं कि दोनों देशों के इन्वेस्टर्स को इस दिशा में आगे बढ़ना चाहिए. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അഞ്ച് ധാരണകളാണ് ജോർദാനും ഭാരതവും തമ്മിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ ഒപ്പുവെച്ചത്. പ്രതിരോധം, കൃഷി, തീവ്രവാദ വിരുദ്ധ സഹകരണം എന്നീ രംഗങ്ങളിൽ സഹകരണം ഉറപ്പാക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണകളുണ്ടായി. ജോർദാന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യയിലെത്തി. തലസ്ഥാനമായ ആഡിസ് അബാബയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. ഭാരത സമൂഹവും പ്രധാനമന്ത്രിക്ക് മികച്ച എതിരേൽപ്പ് നൽകി. എത്യോപ്യൻ പ്രധാനമന്ത്രി അബിയ് അഹമ്മദ് അലി
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. നരേന്ദ്രമോദിക്ക് താമസമൊരുക്കിയ ഹോട്ടലിലേക്ക് സ്വയം കാറോടിച്ചാണ് എത്യോപ്യൻ പ്രധാനമന്ത്രി കൂട്ടിക്കൊണ്ടുപോയത്. വഴിമധ്യേ സയൻസ് പാർക്കിലും ഫ്രണ്ട്ഷിപ്പ് പാർക്കിലും സന്ദർശനം നടത്തി. എത്യോപ്യയുടെ ചരിത്രപ്രധാനമായ കേന്ദ്രങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തി. എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരമ്പരാഗതമായി രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ് ഇരു രാജ്യങ്ങളുടേതെന്നും പറഞ്ഞു. ഭാരതം സ്വതന്ത്രയാകും മുൻപേ നയതന്ത്ര ബന്ധം ആരംഭിച്ച രാജ്യമാണ് എത്യോപ്യ എന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിന്റെയും എത്യോപ്യയുടെയും സംസ്കാരങ്ങൾക്ക് സമാനതകൾ ഏറെയാണ്. ഭാരതത്തിന്റെ വന്ദേമാതരവും എത്യോപ്യയുടെ ദേശീയ ഗീതവും രാജ്യത്തെ അമ്മയായി സങ്കല്പിക്കുന്നു. മാതൃരാജ്യത്തിന്റെ സംരക്ഷണം ഉത്തരവാദിത്വമായി ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർ കരുതുന്നു. ആഡിസ് അബാബയിലും അയോധ്യയിലും നമ്മൾ വസുധൈവ കുടുംബകം എന്ന് ഒന്നിച്ചു പറയുന്നു. പരുത്തിയും സുഗന്ധദ്രവ്യങ്ങളും കൈമാറിയ വാണിജ്യബന്ധങ്ങൾ സംസ്കാരങ്ങൾ തമ്മിലുള്ള പാലമായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. Our emotions for our motherland also reflect our shared perspectives. India's national song Vande Mataram and the Ethiopian national anthem both refer to our land as the mother. They inspire us to take pride in the heritage, culture, national beauty, and protect the motherland. Honorable members, science has traced some of the earliest footprints of our species in Ethiopia. When the world speaks of Lucy, of Dinkinesh, they are not speaking only of fossil. They are speaking of a beginning. A beginning that belongs to all of us, whether we live in Addis Ababa or in Ayodhya. In India, we say, Vasudhaiv Kutumbakam. The world is one family. It reminds us that beyond politics, beyond borders, beyond differences, we share a common origin. And if our beginning was shared, then our destiny must also be shared. Honorable members, India and Ethiopia share warmth in climate as well as in spirit. Nearly 2,000 years ago, our ancestors built connections across great waters. Across the Indian Ocean, merchants sailed with spices, cotton, coffee, and gold. എത്യോപ്യ സ്വാതന്ത്ര്യ സമരത്തിൽ ഭാരത സൈന്യം നിർണായകമായ പങ്ക് വഹിച്ചത് പ്രധാനമന്ത്രി ഓർത്തെടുത്തു. എംബസികൾക്ക് മുമ്പേ ആരംഭിച്ച ബന്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യവേ ഓർത്തെടുത്തു.
ഗ്രേറ്റ് ഹോണർ നിഷാൻ ഓഫ് എത്യോപ്യ ബഹുമതി നൽകിയാണ് പ്രധാനമന്ത്രിയെ ആ രാജ്യം ആദരിച്ചത്. ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആദരം ഏറ്റുവാങ്ങുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. आप सबके बीच होना मेरे लिए सौभाग्य की बात है. मैंने आज दोपहर ही इथियोपिया में कदम रखा है और आते ही मुझे यहां के लोगों से एक अद्भुत अपनापन और आत्मीयता मिली है. प्रधानमंत्री जी स्वयं मुझे एयरपोर्ट पर लेने आए, फ्रेंडशिप पार्क और साइंस म्यूजियम लेकर गए. आज शाम यहां की लीडरशिप से मेरी महत्वपूर्ण विषयों पर चर्चा हुई है. ये सब अपने आप में एक अविस्मरणीय अनुभव है. फ्रेंड्स, अभी अभी मुझे ग्रेट ऑनर निशान ऑफ इथियोपिया के रूप में इस देश का सर्वोच्च सम्मान प्रदान किया गया है. विश्व की अति प्राचीन और समृद्ध सभ्यता द्वारा सम्मानित किया जाना मेरे लिए बहुत गौरव की बात है. मैं सभी भारतवासियों की ओर से इस सम्मान को पूरी विनम्रता और कृतज्ञता से ग्रहण करता हूं. यह सम्मान उन अनगिनत भारतीयों का है जिन्होंने हमारी साझेदारी को आकार दिया. 1896 के संघर्ष में सहयोग देने वाले गुजराती व्यापारी हो, इथियोपियन मुक्ति के लिए लड़ने वाले भारतीय सैनिक हो, या शिक्षा और निवेश के माध्यम से भविष्य संवारने वाले भारतीय शिक्षक और उद्योगपति. और यह सम्मान उतना ही इथियोपिया के हर उस नागरिक का भी है जिसने भारत पर विश्वास रखा और इस संबंध को हृदय से समृद्ध किया. നിർണായകമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം. ഭാരതവും ഒമാനും സമഗ്ര സാമ്പത്തിക സഹകരണ ധാരണ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സൈദും ധാരണയിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക രംഗത്തെ മികച്ച സഹകരണം ഉറപ്പാക്കുന്നതിനും നിക്ഷേപ സാധ്യതകളും വാണിജ്യ സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതിനും കരാർ ഏറെ പ്രയോജനം ചെയ്യും. ഡിസംബർ 12-ാം തീയതിയാണ് ഭാരതത്തിന്റെ ക്യാബിനറ്റ് കരാർ ഒപ്പിടുന്നതിന് അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖും ചേർന്നാണ് സമഗ്ര സാമ്പത്തിക സഹകരണ ധാരണ ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെ ശാക്തീകരിക്കുന്നതാണ് ധാരണ. मुझे 7 वर्ष बाद ओमान आने का सौभाग्य मिला है और आज आप सभी के साथ बातचीत करने का अवसर मिल रहा है. इस बिजनेस समिट के लिए आपकी गर्मजोशी मेरा भी उत्साह बढ़ा रही है. आज की यह समिट भारत ओमान पार्टनरशिप को नई दिशा देगी, नई गति देगी और नई बुलंदियों तक पहुंचने में मदद करेगी. और इसमें
आप सभी का बहुत बड़ा रोल है। फ्रेंड्स, आप भारत और ओमान के बिजनेस हमारे ट्रेड को रिप्रेजेंट करते हैं। आप उस विरासत के वारिस हैं जिसका सदियों का एक समृद्ध इतिहास रहा है। सभ्यता के आरंभ से ही हमारे पूर्वज एक दूसरे के साथ मैरीटाइम ट्रेड कर रहे थे। अक्सर कहा जाता है कि समंदर के दो किनारे बहुत दूर होते हैं, लेकिन मांडवी और मस्कत के बीच अरब सागर एक मजबूत ब्रिज बना है। एक ऐसा ब्रिज जिसने हमारे रिश्तों को मजबूत किया, कल्चर और इकोनॉमी को ताकत दी। आज हम विश्वास के साथ कह सकते हैं कि समंदर की लहरें बदलती हैं, मौसम बदलते हैं, लेकिन भारत ओमान की दोस्ती हर मौसम में और मजबूत होती है और हर लहर के साथ नई ऊंचाई को छूती है। നിലവിൽ ഭാരതീയ ഉത്പന്നങ്ങൾക്ക് ഒമാൻ ചുമത്തുന്ന ശരാശരി താരിഫ് 5%. പരസ്പരം ചുമത്തുന്ന താരിഫുകളിൽ കാര്യമായ ഇളവ് വരുത്തുന്നതിനാണ് കരാറിലെ മുഖ്യ ഊന്നൽ. $4.1 ബില്യൺ കയറ്റുമതിയാണ് ഒമാനുമായി ഭാരതം നടത്തുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളും എയർക്രാഫ്റ്റ് ഉൾപ്പെടെയുള്ള സങ്കീർണ ഉപകരണങ്ങളുടെ ഘടകഭാഗങ്ങളും ഭാരതം കയറ്റുമതി ചെയ്യുന്നുണ്ട്. $6.1 ബില്യൺ ഇറക്കുമതിയാണ് ഒമാനിൽ നിന്നും ഭാരതം നടത്തുന്നത്. അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവുമാണ് പ്രധാന ഇറക്കുമതി ഉൽപ്പന്നങ്ങൾ. വളനിർമ്മാണത്തിനാവശ്യമായ രാസവസ്തുക്കളും ഭാരതം ഒമാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. നിക്ഷേപരംഗത്തും പരസ്പരം സഹകരിക്കുന്നതിന് കരാറിൽ വ്യവസ്ഥകളുണ്ട്. ഈ ധാരണകളെല്ലാം സമഗ്രമായി നടപ്പാക്കുന്നതിനുള്ള കരാറുകളും പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ യാഥാർത്ഥ്യമായി. हमारा रिश्ता ट्रस्ट की नींव पर बना। फ्रेंडशिप की ताकत से आगे बढ़ा और समय के साथ और गहराता चला गया। आज हमारे डिप्लोमेटिक रिश्ते भी 70 इयर्स के हो गए हैं। ये सिर्फ 70 वर्ष का उत्सव नहीं है, ये वो पड़ाव है जहां से हमें अपनी सदियों की विरासत को एक समृद्ध भविष्य की तरफ ले जाना है। फ्रेंड्स, आज हम एक ऐसा ऐतिहासिक निर्णय ले रहे हैं जिसकी गूंज आने वाले कई दशकों तक सुनाई देगी। कॉम्प्रिहेंसिव इकोनॉमिक पार्टनरशिप एग्रीमेंट यानी सीपा हमारी पार्टनरशिप को 21st सेंचुरी में नया विश्वास, नई ऊर्जा से भर देगा। यह हमारे साझा भविष्य का ब्लूप्रिंट है। यह हमारे ट्रेड को नई गति देगा, इन्वेस्टमेंट को नया भरोसा देगा और हर सेक्टर में अवसरों के नए द्वार खोलेगा। सीपा हमारे नौजवानों के लिए
ग्रोथ, इनोवेशन और एम्प्लॉयमेंट के अनेक नए अवसर बनाएगा। ये एग्रीमेंट पेपर से निकलकर परफॉर्मेंस में बदले, इसमें आप सभी की भूमिका बहुत बड़ी है, क्योंकि जब पॉलिसी और एंटरप्राइज एक साथ चलते हैं तभी पार्टनरशिप नया इतिहास बनाती है। फ्रेंड्स, भारत की प्रगति हमेशा शेयर्ड प्रोग्रेस की कहानी रही है। भारत जब ग्रो करता है तो अपने दोस्तों को अपनी ग्रोथ का साझेदार बनाता है। आज भी हम यही कर रहे हैं। आज भारत थर्ड लार्जेस्ट इकोनॉमी बनने की तरफ तेजी से बढ़ रहा है। इसमें पूरी दुनिया के लिए अवसर है, लेकिन ओमान के लिए तो एडवांटेज और भी बड़ा है, क्योंकि हम पक्के दोस्त तो है ही, मैरीटाइम नेबर भी है। हमारे लोग एक दूसरे को जानते हैं। हमारे बिजनेस जगत में पीढ़ियों का भरोसा है और हम एक दूसरे के मार्केट को बहुत ही अच्छे से समझते हैं। ऐसे में भारत की ग्रोथ जर्नी में ओमान के लिए अवसर ही अवसर है। फ्रेंड्स, आज बिजनेस वर्ल्ड में भारत की इकोनॉमी की रेजिलियंस की चर्चा होती है। लोग अक्सर पूछते हैं कि दुनिया में इतनी अनिश्चितता है, ग्लोबल इकोनॉमी भी मुश्किलों में है, तो ऐसे में भारत 8% से अधिक की ग्रोथ कैसे अचीव कर रहा है? मैं आपको इसका बड़ा रीजन बताता हूं। असल में बीते 11 वर्षों के दौरान भारत ने सिर्फ पॉलिसीज नहीं बदली है, भारत ने अपना ഇക്കണോമിക് DNA ബദലാ है। ചരിത്രപരമായ വാണിജ്യബന്ധമാണ് ഭാരതവും ഒമാനും തമ്മിൽ നിലനിൽക്കുന്നത്. നിക്ഷേപ വാണിജ്യ രംഗങ്ങളിൽ സമഗ്ര ധാരണ വരുന്നതോടെ ഇരു രാജ്യങ്ങളും മികച്ച സാമ്പത്തിക മുന്നേറ്റത്തിന് സാക്ഷിയാകും. പ്രതീക്ഷയോടെയാണ് ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക സഹകരണ ധാരണയെ ഈ രാജ്യങ്ങളിലെ നിക്ഷേപകർ നോക്കിക്കാണുന്നത്. സിവിൽ ഓർഡർ ഓഫ് ഒമാൻ ഫസ്റ്റ് ക്ലാസ് നൽകിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒമാൻ ആദരിച്ചത്. ഒമാനിലെ കേരളീയ സമൂഹത്തെ മലയാളത്തിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തതും കൗതുകമായി. मुझे लगता है यहां बहुत सारे मलयाली भी हैं। सुखमाणो और सिर्फ मलयालम नहीं, यहां तमिल, तेलुगु, कन्नड़ा और गुजराती बोलने वाले बहुत सारे लोग हैं। नलमा, वागुन्नारा, चेन्ना गिद्दीरा, केम छो? ഗ്ലോബൽ സൗത്തിനെ ചേർത്തു പിടിക്കുന്നതിലും സാമ്പത്തിക രംഗത്ത് വൻതോതിൽ മുന്നേറുന്ന ഭാരതത്തെ ശാക്തീകരിക്കുന്നതിനും ഭീകരവിരുദ്ധ നിലപാടുകളിൽ ഉറച്ച സാന്നിധ്യമാകുന്നതിനുമുള്ള ശക്തമായ സഖ്യത്തെ ഊട്ടിയുറപ്പിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം അവസാനിച്ചത്.